എല്ലാവർക്കും നമസ്കാരം. ഞാൻ അഖിലേഷ് ആർ കായംകുളം. എൻ്റെ വ്ളോഗിൻ്റെ രണ്ടാമത്തെ ദിവസമാണ്. ഇന്നലെ ഉറങ്ങിയപ്പോൾ ഏകദേശം 2 മണി കഴിഞ്ഞു. ഇന്ന് രാവിലെ ഞാൻ ജോലിക്കായിട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ എൻ്റെ നോർമലി ഒരു ദിവസം മിക്കവാറും എങ്ങനെയാണെന്നാണ് ഇന്ന് കാണിക്കുന്നത്. ഞാൻ നടന്ന് റെയിൽവേ ജംഗ്ഷനിൽ പോയി അവിടെ നിന്നൊരു പ്രൈവറ്റ് ബസ് കയറാൻ പോകണം. ആദ്യം ഇത് കായംകുളം റെയിൽവേ ആണ്. കായംകുളം റെയിൽവേ സ്റ്റേഷന് വളരെ അടുത്താണ് എൻ്റെ വീട്. കുറച്ച് നടക്കാനുള്ള ദൂരമുണ്ട്. അപ്പോൾ ഈ റെയിൽവേ ക്രോസ് ചെയ്താൽ മാത്രമേ എനിക്ക് പെട്ടെന്ന് അപ്പുറത്ത് ബസ് കിട്ടുന്നിടത്തെത്താൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഇതുവഴി നടന്നു പോകുന്നത്. ഈ നിർത്തിയിട്ടിരിക്കുന്നത് വൈകിട്ട് വരുന്ന എറണാകുളം കായംകുളം പാസഞ്ചറാണ്. വൈകിട്ട് ഞാൻ ആലപ്പുഴയിൽ നിന്ന് ഈ ട്രെയിനിൽ കയറുകയാണെങ്കിൽ നല്ലൊരു ഉറക്കം ഉറങ്ങിയാൽ, ഇൻ കേസ് ഉറങ്ങിപ്പോയാലും പേടിക്കാനില്ല. കാരണം കായംകുളത്ത് ലാസ്റ്റ് സ്റ്റോപ്പാണ്. ബസ്സിലിട്ടുന്നത് സുന്ദരിയേവ എന്ന് പറയുന്ന പാട്ടായിരുന്നു. സുന്ദരിയേവ, ആ പാട്ട് അത് ഭയങ്കര നമുക്ക് കുട്ടിക്കാലത്തേക്ക് കൊണ്ടുപോകുന്ന പോലെ തോന്നി. കാരണം ആ കാലഘട്ടത്തിലൊക്കെ ഈ പാട്ടൊക്കെ ഭയങ്കര ഹിറ്റായിരുന്നു. അപ്പോൾ കായംകുളം കുറേയൊക്കെ മാറി. കുറേ പുതിയ കടകളും കാര്യങ്ങളൊക്കെ കുറച്ച് വർഷങ്ങളായിട്ട് കായംകുളത്തേക്ക് വന്നിട്ടുണ്ട്. മാക്സ്, റിലയൻസ്, അങ്ങനെ കുറേയധികം കടകൾ ഇപ്പോൾ കായംകുളത്തുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ കായംകുളത്തെ കാഴ്ചകൾ. കുറേയധികം കടകൾ. ബസ്സിനകത്തിൽ വലിയ തിരക്കൊന്നുമില്ലായിരുന്നു. ഇതാണ് നമ്മുടെ കായംകുളം മുനിസിപ്പാലിറ്റി. ഇടയ്ക്കൊക്കെ ഇതുപോലെ പോകുമ്പോൾ കാണാം ഇലക്ട്രിക് വണ്ടിയൊക്കെ കിടക്കുന്നു. അപ്പോൾ എന്തായാലും വണ്ടി ഇപ്പോൾ കായംകുളം നമ്മുടെ KSRTC ജംഗ്ഷനായി. പുതിയ KSRTC ബസ് സ്റ്റാൻഡ് പണിയാനായിട്ട് മൊത്തത്തിൽ പൊളിച്ചിട്ടിരിക്കുകയാണ്. ഇവിടെ പണ്ടൊരു KSRTC ബസ് സ്റ്റാൻഡ് ഉണ്ടായിരുന്നു. നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടാകാം. അപ്പോൾ ഇതാണ് കായംകുളം KSRTC. ഇനി ഇവിടെ നിന്നും ആലപ്പുഴ, പ്രോപ്പർ ആലപ്പുഴ വരെ KSRTCയിൽ പോകണം. ബസ് ഇത് വന്നിട്ടില്ല, വരും. അപ്പോൾ അങ്ങനെ ഒരു ചേർത്തല ഫാസ്റ്റ് വന്നു. ബസ്സിൽ കയറി. ഞാൻ യാത്ര തുടങ്ങുന്ന സമയത്ത് 4-5 വർഷം മുമ്പ് 47 രൂപയായിരുന്നു. ഇപ്പോൾ 64 രൂപയായി. കൊറോണയുടെ സമയത്ത് ചാർജ് കൂട്ടിയതാണ്. നമ്മൾ ട്രെയിനിൻ്റെ ചാർജും കൂട്ടിയായിരുന്നു. 10 എന്നുള്ളത് എക്സ്പ്രസിൻ്റെ ചാർജ് ആക്കിയായിരുന്നു. പക്ഷേ റെയിൽവേ ചാർജ് തിരിച്ച് നോർമൽ ചാർജ് ആക്കിയപ്പോഴും നമ്മുടെ KSRTC ചാർജ് അതേപോലെ തന്നെ നിൽക്കുകയാണ്. ആരോട് പരാതിപ്പെടാൻ. ഇതാണ് നമ്മുടെ തോട്ടപ്പള്ളി. രാവിലെ പോകുമ്പം മനോഹരമായിട്ടുള്ള ഒരു കാഴ്ചയാണ് തോട്ടപ്പള്ളി. സമയം 9:30. ഞാനങ്ങനെ ആലപ്പുഴ പിച്ചുവയ്യർ ജംഗ്ഷനിൽ ഇറങ്ങി. ഇനി കുറച്ച് നടന്നാൽ ഞാൻ വർക്ക് ചെയ്യുന്ന കമ്പനിയിലെത്താം. അങ്ങോട്ട് നടക്കുകയാണ്. ഏകദേശം 1.5 മണിക്കൂർ KSRTC യാത്ര ചെയ്ത് കായംകുളത്ത് നിന്നും ആലപ്പുഴ പിച്ചുവയ്യർ ജംഗ്ഷൻ എത്തിയിരിക്കുകയാണ്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 2018 ഞാൻ പേടിഎം ഫീൽഡ് എക്സിക്യൂട്ടീവായിട്ട് പണ്ട് വർക്ക് ചെയ്തിരുന്ന സമയത്ത് ഒരു ഫീൽഡിൽ വണ്ടി വന്നു. അപ്പോൾ ആ സമയത്ത് ഞാൻ ആലപ്പുഴയിൽ ഒരു ട്രെയിനിങ്ങിനായിട്ട് വന്നു. അപ്പോൾ ആലപ്പുഴ ഭംഗിയൊക്കെ കണ്ടിട്ട് ഞാനന്ന് ആലോചിച്ചു, എനിക്ക് ഇവിടെ തന്നെയായിരുന്നു എന്തെങ്കിലും ജോലിയെങ്കിലും നല്ലതായിരുന്നു. നമ്മൾ വെറുതെ എന്തെങ്കിലും മനസ്സിൽ പറഞ്ഞാലും ദൈവം വിടില്ലെന്ന് പറയുന്ന പോലെ കഴിഞ്ഞ 5 വർഷമായി ഞാൻ ആലപ്പുഴയിലാണ്. ഞാനിപ്പോൾ അതിൽ ഖേദിക്കുന്നു. പിന്നെ കുഴപ്പമില്ല, ആലപ്പുഴ നൈസാണ്. ആലപ്പുഴ യാത്രയിൽ ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു സീനറി ഞാൻ കാണിച്ചു തരാം. ഇതാണ് ഡെയിലി ഞാൻ നോക്കുന്ന എനിക്കിഷ്ടപ്പെട്ട സീനറി. ഇത് YMCA പാലമാണ്. ഒരു ചിത്രം വരച്ചിട്ടിരിക്കുന്ന പോലെ മനോഹരമായ ഒരു കാഴ്ച. എൻ്റെ ബാഗ് കണ്ടോ? ഇത്തരം ഒരു സൈഡ് ബാഗാണ് ഞാൻ വർഷങ്ങൾ കൊണ്ട് ഉപയോഗിക്കുന്നത്. എൻ്റെ ഓർമ്മയിൽ എൻ്റെ സ്കൂൾ കാലഘട്ടം തൊട്ടേ ഞാൻ ഇങ്ങനത്തെ ചെറിയ സൈഡ് ബാഗാണ് ഉപയോഗിക്കുന്നത്. അല്ലാത്ത ഷോൾഡർ ബാഗ് ഉപയോഗിച്ചിരുന്ന 1-2 തവണ മാത്രമേ ഉള്ളതെന്നാണ് തോന്നുന്നത്. ഇപ്പോഴും ഷോൾഡർ ബാഗ് ഉണ്ട്, എന്തെങ്കിലും അത്യാവശ്യ സാഹചര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ കമ്പനി എത്തിയിരിക്കുകയാണ്. ഇതാണ് ഞാൻ വർക്ക് ചെയ്യുന്ന കമ്പനി. ഇവിടെ ഒരു പരിപാടി നടക്കുന്നതുകൊണ്ട് മൊത്തത്തിലൊന്ന് ഒതുക്കിയിട്ടുണ്ട്. പരിപാടിയുടെ വിശേഷങ്ങളിലേക്ക് നമുക്ക് അടുത്ത ദിവസം പോകാം. ലേറ്റായിട്ടാണ് വന്നത്. അപ്പോൾ നമ്മൾ പാസ് എഴുതി വേണം കയറാൻ. ഹായ്.
പാസ് ഒപ്പിടിപ്പിക്കാൻ ഇനി മാനേജറിനെ കാണണം. അപ്പോൾ പാസ്സൊക്കെ ഒപ്പിട്ട് കിട്ടിയിട്ടുണ്ട് ഗൈസ്. ഇല്ല ഇപ്പം ഞാൻ ഓഫീസിലെത്തിയിരിക്കുകയാണ്. ഇന്ന് കുറച്ച് തിരക്കാണ്. അപ്പോൾ കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് ഉച്ചയ്ക്ക് ശേഷം കാണാം. അപ്പോൾ ഇതാണ് എൻ്റെ ഓഫീസ്, ഞങ്ങളുടെ മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റ്. ഇത് ബിരുദ മേഡം, ഇത് വീണ മേഡം. ഇപ്പോൾ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാനുള്ള സമയമായിരിക്കുകയാണ്. ഈ നിൽക്കുന്നതാണ് ഞങ്ങളുടെ പ്രൊഡക്ഷൻ ഇൻചാർജ് ബിപിൻ സാർ. സമയം ഇപ്പം 1 മണി, 1 മണിയായിട്ടുണ്ട്. ഇവിടെ ക്യാൻറ്റീനിൽ നിന്ന് തന്നെയാണ് ഫുഡ്. അപ്പോൾ ഞാനും നമ്മുടെ സ്ഥിരം കൂട്ടുകാരനും കൂടെ കഴിക്കാനായിട്ട് ക്യാൻറ്റീനിലേക്ക് പോവുകയാണ്. ഇത് ചകിരിച്ചോറാണ്, കമ്പനിയിൽ തന്നെ പ്രോസസ്സ് ചെയ്യുന്ന ചകിരിച്ചോറാണ്. മെഷീൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ പിന്നീട് വിശദമായിട്ടൊരു വീഡിയോ ചെയ്യാം. അപ്പോൾ ഇതാണ് കമ്പനിയുടെ ക്യാൻറ്റീൻ. ഈ കെട്ടിടത്തിലാണ് ജനകീയ ഭക്ഷണശാലയും പ്രവർത്തിക്കുന്നത്. ഇത് നമ്മുടെ പ്രൊഡക്ഷനിലെ അർജുൻ, ഇത് പർച്ചേസ് ജിഷ്ണു, ഇത് നമ്മുടെ പ്രൊഡക്ഷൻ മാനേജർ അഭിലാഷ് സാർ. അപ്പം ഞങ്ങൾ ഒരുമിച്ചാണ് ഇന്ന് ഇവരുടെ കറിയെല്ലാമാണ് നമ്മൾ കൂട്ടുന്നത്. പിന്നെ നമ്മൾ ഇടയ്ക്ക് സ്പെഷ്യൽ മേടിക്കും. ഇതാണ് 30 രൂപയുടെ ജനകീയ ഭക്ഷണശാലയിലെ ചോറ്. ഇനി ഇവിടുന്ന് വാങ്ങിക്കുന്ന സ്പെഷ്യലിന് 30 രൂപയാവും. ചില ദിവസങ്ങളിൽ മാത്രമേ നമ്മൾ മിക്കവാറും സ്പെഷ്യൽ വാങ്ങിക്കുക. എന്നാൽ എന്തായാലും ഇന്ന് വാങ്ങിച്ചിട്ടില്ല. ഇപ്പോൾ 1:30 ലഞ്ച് ബ്രേക്ക് കഴിഞ്ഞു. തിരിച്ച് കമ്പനിയിലേക്ക് കയറുകയാണ്. ഈ സ്ഥാപനം എന്ന് പറഞ്ഞാൽ കേരള സ്റ്റേറ്റ് കൊയർ മെഷീനറി മാനുഫാക്ചറിങ് കമ്പനിയാണ്. കേരളത്തിൽ ആവശ്യമായിട്ടുള്ള കയർ മേഖലയ്ക്കുള്ള മെഷീനറികൾ നിർമ്മിച്ച് വിതരണം ചെയ്യുന്ന സ്ഥാപനമാണിത്. നിലവിൽ വൈവിധ്യവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ട് മറ്റ് മെഷീനുകളും ഈ കമ്പനിയിൽ നിർമ്മിച്ച് വിതരണം ചെയ്യുന്നുണ്ട്. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് പിന്നീട് അറിയിക്കും. ഇപ്പോൾ വൈകിട്ട് 5 മണിക്ക് തിരിച്ച് പഞ്ച് ഔട്ട് ചെയ്ത് ഇറങ്ങിയാണ്. ഇപ്പം കമ്പനിയിൽ നിന്ന് ഇറങ്ങിയിരിക്കുകയാണ്. ഞാനും അഭിലാഷ് സാറും കൂടി നടന്ന് റെയിൽവേയിലോട്ട് പോവുകയാണ്. ഇപ്പോൾ കമ്പനിയിൽ നിന്നും കുറച്ച് ദൂരമുള്ള ബസ് സ്റ്റാൻഡിലേക്ക്. ഇത് സ്ഥിരം കയറുന്ന ഞങ്ങളുടെ ലിംറ ബസ്സാണ്. സാധാരണ ബസ്സിൻ്റെ ചാർജ് 13 പക്ഷേ ഞങ്ങളുടെ ബന്ധം വെച്ചിട്ട് 10 രൂപ വെച്ചിട്ടേ വാങ്ങാറുള്ളൂ. കാരണം സ്ഥിരം ഈ ബസ്സിലാണ് പോകുന്നത്. അതുകൊണ്ട് അവർ പറഞ്ഞു, നിങ്ങൾ സ്ഥിരം യാത്രക്കാരില്ലേ, 10 രൂപ തന്നാൽ മതി എന്ന് പറയും. അപ്പോൾ ഇതാണ് ലിംറ ബസ്. അങ്ങനെ റെയിൽവേ സ്റ്റേഷനായി. ഭയങ്കര തിരക്ക് കൗണ്ടറിലൊക്കെ കണ്ടു. എന്താണെന്നറിയില്ല, ഭയങ്കര തിരക്കായിരുന്നു. അപ്പോൾ പ്ലാറ്റ്ഫോം ചാടി ഞങ്ങൾ മോമു കിടക്കുന്ന പ്ലാറ്റ്ഫോമിൽ എത്തിയിരിക്കുകയാണ്. 5:35 ആലപ്പുഴയിൽ നിന്നും കൊല്ലത്തേക്ക് പോകുന്ന മെമു എടുക്കുന്നത്. ഇപ്പോൾ സമയം 5:22. എറണാകുളം കണക്ട് ചെയ്ത് വരുന്ന മറ്റൊരു വണ്ടി വന്നാൽ മാത്രമേ ഈ ട്രെയിൻ ഇവിടുന്ന് എടുക്കുകയുള്ളൂ. എറണാകുളം ആലപ്പുഴ മെമു വന്നതിന് ശേഷം മാത്രമേ ഈ ആലപ്പുഴ കൊല്ലം മെമു ഇവിടുന്ന് എടുക്കുകയുള്ളൂ. തകഴിക്കും കരുവാറ്റയും സ്റ്റേഷനിടയിൽ ഇങ്ങനെയുള്ള മനോഹരമായ കുറച്ച് കാഴ്ച കാണാം. അപ്പോൾ എൻ്റെ കൂട്ടുകാരൻ വിഷ്ണു വിളിച്ചിട്ട് കായംകുളം ഇറങ്ങേണ്ട, ഹരിപ്പാട് ഇറങ്ങുക, അവൻ അവിടെ ഉണ്ടെന്ന് പറഞ്ഞു. കൂട്ടുകാരൻ വിഷ്ണുവിൻ്റെ വാക്കും കേട്ട് ഹരിപ്പാട് ഇറങ്ങി നടക്കുകയാണ്. അപ്പോൾ നടക്കുമ്പോൾ കാണാമെന്നൊക്കെ പറഞ്ഞു. ഹൈവേയിലുണ്ടെന്ന് പറയുന്നു. എന്തായാലും നോക്കാം. കുറച്ചുകൂടെ നടന്നാൽ ഹൈവേ ആയി. വിഷ്ണു തേച്ചു ഗൈസ്. മര്യാദയ്ക്ക് ട്രെയിനിൽ പോയിരുന്നെങ്കിൽ ഇപ്പോൾ കായംകുളത്ത് ഇറങ്ങിയിട്ട് വീട്ടിലോട്ട് നടന്നു പോകാനുള്ള ദൂരമേ ഉള്ളൂ. വിഷ്ണു വിളിച്ചിട്ട് ഇപ്പം പിക്ക് ചെയ്യാം, ഒരാവശ്യമില്ല. എല്ലാ കൂട്ടുകാരന്മാരും പൊതുവെ ഇങ്ങനെയാണല്ലോ. ചുമ്മാ നമ്മൾ നേരെ പോകേണ്ടടുത്ത് വളഞ്ഞ് തിരിഞ്ഞ് നമ്മളെ കൊണ്ടുപോയില്ലെങ്കിൽ അവന് സമാനം കാണില്ല. എന്തായാലും വരട്ടെ, വിഷ്ണു വരട്ടെ. 10 മിനിറ്റിന് ശേഷം ദേ വിഷ്ണു വന്നിരിക്കുകയാണ്. വിഷ്ണു എവിടെ പോയാ സത്യത്തിൽ? ഫോൺ റെഡിയാക്കാൻ പോയതല്ലേ? നീ എന്തിനാ എന്നെ വിളിച്ചെന്തിനാ? ഞാൻ കായംകുളത്ത് ഇറങ്ങിയിട്ട് വീട്ടിൽ പോകത്തില്ലേ? വിഷ്ണു കരുതി കൂട്ടി ഹെൽമെറ്റ് ഒക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എന്തായാലും പോകുന്ന വഴിക്ക് ഭാരത് കഫേയിൽ നിന്ന് നല്ല സൂട് പൊറോട്ടയും ചിക്കൻ കറിയും കഴിക്കാമെന്ന് പറഞ്ഞ് ഞങ്ങൾ അങ്ങോട്ട് പോവുകയാണ്.
അപ്പോൾ ഭാരത് കഫേയിൽ നിന്ന് നല്ല ചൂട് പൊറോട്ട. ഇപ്പോൾ തിരിച്ച് കായംകുളം കമ്പോളം വഴിയാണ് പോകുന്നത്. നല്ല തിരക്കുണ്ട് കമ്പോളത്തിൽ. മുട്ടയില്ലാത്ത വിഷ്ണു മുട്ടക്കടയിൽ മുട്ട മേടിക്കാതിരിക്കും. ബ്രദേഴ്സ് ഹോട്ടലാണ് കായംകുളത്തെ. വീട്ടിലേക്ക് ഫുഡ് വാങ്ങിക്കാനായിട്ട് ബ്രദേഴ്സ് ഹോട്ടലിൽ ജസ്റ്റ് കയറി. തിരിച്ച് വിഷ്ണു ഞാനും കൂടെ ഇന്നത്തെ യാത്രയെല്ലാം കഴിഞ്ഞ് തിരിച്ചെൻ്റെ വീട്ടിലേക്ക് വിടാൻ പോവുകയാണ് എന്നെ. സമയം 8 മണി. സാധാരണ വീട്ടിൽ 6:45 എത്തുന്ന ഞാനാണ്. അങ്ങനെ കൂട്ടുകാരൻ പിക്ക് ചെയ്തുകൊണ്ട് ഇന്ന് ഈ സമയത്ത് വീട്ടിൽ എത്തിയിരിക്കുന്നു. അങ്ങനെ ഇന്നത്തെ ദിവസം കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പം കുറച്ച് പരിപാടിയുണ്ട്. ഓക്കെ, ബൈ.